എന്നാടാ സ്ലീവാച്ച് നിന്ന് കളിക്ക് ഇറങ്ങാഞ്ഞേ? വന്നപ്പോട്ട് ഞാൻ ശ്രദ്ധിക്കാം. എന്നാ പറ്റിയേ? എന്തോ ഒരു തെളിച്ച കുറവുണ്ട്. ടയേർഡ്. കല്യാണം കഴിഞ്ഞ പിന്നെ അവന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരമില്ല. കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആവേ. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ 2 മാസമാണ് കടക്ക് അവധി കൊടുത്ത് വീട്ടിലിരുന്നത്. പോടാ ഓപ്പേ. അല്ലേലും ഇപ്പോഴത്തെ പെമ്പടല്ലാണ്ട് പ്രശ്നം കാശാനെ. എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ വലിയ പാടായിരിക്കും. ആദ്യം നീ നിന്റെ വലിയൊന്ന് നിർത്തണം. രാവിലെ 2 മണിക്കൂർ എക്സസൈസ് ചെയ്യണം. നീ ചുമ്മാ പയറ് പോലെ നിൽക്കും. ഒന്നാമത്തെ കാര്യം, നീ വലിയൊരു മണ്ടത്തരം കാണിച്ചു. ഒരിക്കലും ടൗണിൽ പോയി പെണ്ണ് കെട്ടെടുത്തായിരുന്നടാ. അവിടെയൊക്കെ 1-2 പ്രേമിക്കാത്ത പെണ്ണുങ്ങളില്ലടാ. എവിടെയായാലും ഈ പെണ്ണുങ്ങൾ പ്രേമിക്കുന്ന ഈ തലകർച്ചവന്മാരെ ആയിരിക്കും. മനസ്സിലായല്ലോ? ഈ തലതെറിച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം. ഈ പെൺപിള്ളേരുടെ മുമ്പിലേ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം. അല്ലെ നമുക്കൊരു വിലയുണ്ടാവില്ല. ഇത് എന്നതാണേ മോത്തൊക്കെ തേക്കുന്നേ? പ്രത്യേകിച്ചൊന്നുമില്ല ചേച്ചി. ദേ പുറത്തോട്ട് ഇറങ്ങി വെയിൽ കൊണ്ടുള്ള നിറമൊന്നും കളയണ്ട കേട്ടോ. അമ്മച്ചി, എന്റെ അനേച്ചി ചിക്കൻ കറി അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും ഇല്ലേ? ഇവിടെ നിനക്കുള്ള ചീരക്കറി അതിനകത്തുണ്ട്. നമ്മൾ എന്ന് വന്നാലും പിന്നെ കുട്ടായി വെട്ടിക്കണേല്. നിങ്ങൾ വന്നെ സിറ്റി വെച്ച് കണ്ടായിരുന്നു. കൃഷി ഓഫീസിൽ പോയിട്ട് എന്നാ ഇടാ? ഓ, അതൊരു 100 നൂലാമലാണ് അമ്മച്ചി. എല്ലാം ഈ ഓഫീസർമാരുടെ കയ്യിലാണ്. അവൻ ആളാകെ മാറിപ്പോയില്ലേ അമ്മച്ചി? എന്നാലും അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ? എനിക്കിനി ചത്താലും വേണ്ടിയില്ല. എന്നോടൊന്ന് നേരത്തെ പറയണ്ടോ തോന്നി? രാവിലെ പറഞ്ഞില്ലായിരുന്നു? അതൊന്നുമില്ല. ഞാൻ വിചാരിച്ചൊന്നും വരില്ല എന്ന്. നീ വന്നില്ലേ? ഇനി ഞാൻ കൂടെ പോകുന്നില്ല. വരാതെ തരട്ടെ. എന്നെ പറ്റി വേറെ എന്തെങ്കിലും തോന്നിയായിരുന്നോ? എന്താ അങ്ങനെ ചോദിച്ചേ? എനിക്കെല്ലാം വെറുതെ തോന്നിയായിരിക്കും. ഞാൻ വിളിച്ചിട്ടേ? പ്രിൻസ് വിളിച്ചായിരുന്നു? ഇതോ അധികം കഴിക്കണ്ട കേട്ടോ. ജോസേട്ടാ വളർത്തിങ് എടുത്തേ. അളിയൻ പിന്നെയും പിന്നെ ആ കറി തന്നെ ഇട്ടോണ്ടിരിക്കുന്നത്. അനിയച്ചിന്റെ സ്പെഷ്യലാ, നാടനാ. കുഞ്ഞിലെ പപ്പടം ഇട്ടോടും. എന്റെ പൊന്നളിയെ എന്തിനാ തീർത്ത് പിടിക്കുന്നത്? എടുത്ത് കഴിച്ചോളൂ. പിള്ളേരെ കഴിച്ചായിരുന്നോ? അവരൊക്കെ നേരത്തെ കഴിച്ചളിയാ. അളിയൻ കഴിക്കളിയാ. ജെസ്സിയെ, നീ ആ ചാറും കൂട്ടി കുറച്ച് കഷ്ണം ഇങ്ങ് എടുത്തേ. ചേച്ചി കുറച്ച് വെള്ളം എടുക്കണേ. വെള്ളമല്ലേ ഇരിക്കണേ? അവരൊക്കെ കിടന്നായിരുന്നോ? TV കണ്ടോണ്ടിരിക്കാം. ഇതൊക്കെ ഒന്ന് ഉറക്കൂല്ലേ? നാളെ ധ്യാനത്തിന് പോകണ്ടേ? പിന്നെ പോണ്ടേ? കമ്മിറ്റിയിലും കൂടെ ഉള്ളതല്ലേ. ക്രിക്കറ്റില്ലേ എന്നെ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനൊന്ന് നോക്കിച്ചു വരട്ടെ. അയ്യോ ബാടാ കിടക്കാം. നല്ല അടിയാ.
എന്റെ പൊന്നി ചാച്ച ക്രിക്കറ്റ് കളി വെക്കുക ചാച്ച. മതി മതി വെക്കട തുടങ്ങിയ ചാച്ചനോട് ഇഷ്ടമുള്ളവരൊക്കെ പോയി കിടന്ന് ഉറങ്ങുവേ. ഗുഡ് നൈറ്റ് ചാച്ച. ഗുഡ് നൈറ്റ്. ഈജിപ്ത്, ചൈന, ജോർദാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വൈവിധ്യമാർന്ന സംസ്കാരം പുലരുന്ന ഫ്രണ്ട്സ് ഇരിക്കും. ഇച്ഛാനിരിക്കേ. ആദ്യം ഫ്രണ്ട്സ് ഇരിക്കും. ഞാനല്ല ആദ്യം പറഞ്ഞത്. ഇച്ഛാനൊരു പ്രത്യേക ആളാണല്ലേ? അതിനാന്ന് ഒന്നുമില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവമില്ലല്ലോ. ഇവിടെ എല്ലാത്തിനും ഞാനല്ലേ ഉള്ളൂ. പിന്നെ വെറുതെ ഇരുന്ന് ശീലമില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കല്യാണം കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് അടുത്ത് കിട്ടിയത്. ഞാൻ അടുക്കളയുടെ വാതിലടച്ചിട്ട് നോക്കിയിട്ട് വരട്ടെ. ഈ തലതെറിച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം. ഈ പെൺപിള്ളേരുടെ മുമ്പിലെ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം. അല്ലെ നമുക്കൊരു വലിയ ഉണ്ടാവില്ല. ഒച്ചക്കല്ല ഒച്ചക്കല്ല അമ്മച്ചിരിക്കും അമ്മച്ചിരിക്കും. ഫ്രണ്ട്സേ, ഈ ചായ കുറച്ച് വെള്ളം എടുത്തിട്ടെ. ഫ്രണ്ട്സേ, 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 ഫ്രണ്ട്സേ,
റിൻസി 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 അമ്മച്ചി അമ്മച്ചി എന്നാ അച്ഛാ ഉറങ്ങിയില്ലേ? അമ്മച്ചി റിൻസിക്ക് നേരത്തെ നെഞ്ചിൽ വേന എന്തോ പറഞ്ഞായിരുന്നു. ഇപ്പൊ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. മോളെ 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 എന്താ പറ്റി? കർത്താവെ ചതിച്ചോ മക്കളെ, എന്നാ പറ്റി മോളെ? എന്നാ പറ്റി അമ്മച്ചി? നിനക്ക് അറിയത്തില്ലല്ലേടാ, അറിയത്തില്ലല്ലേ, നിനക്ക് അറിയത്തില്ലല്ലേ, അറിയത്തില്ലല്ലേ? എന്നതാ മോളെ ടീനെ ടീനെ എന്നാ സ്ലീവാച്ച രാവിലെ തന്നെ? സ്ലീവാച്ചൻ എവിടെയാന്ന് ചോദിച്ചു രാവിലെ അമ്മച്ചി 2-3 വട്ടം വിളിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നീ എന്നാ പറഞ്ഞേ? ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാനും 1-2 വട്ടം സ്ലീവാച്ചൻ രാവിലെ വിളിച്ചായിരുന്നു, കിട്ടിയില്ല. ഇനി അമ്മച്ചി വിളിച്ച ഫോൺ എടുക്കണ്ട. ഓ ഇന്നല്ലേ ധ്യാനം തുടങ്ങുന്നേ, മുങ്ങി നടക്കുവാണല്ലേ? എടാ നിന്റെ പൈസ വല്ലതും ഇരിപ്പുണ്ടോ? എത്ര രൂപയാ സ്ലീവാച്ച? എന്നാ ഉള്ളതിൽ? എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനും കുറച്ച് ടൈറ്റാ സ്ലീവാച്ച. എൻ്റെ ഒരു ആവശ്യത്തിന് ഞാനും പലിശയ്ക്ക് കടം പറഞ്ഞു വെച്ചിരിക്കുക. ഞാൻ പുറത്തേക്ക് ഇറങ്ങുക, സ്ലീവാച്ചിന് ഇവിടെ കാണുമല്ലോ അല്ലേ? ഇറങ്ങുവാണെങ്കിൽ ഷട്ടർ ഒന്ന് താത്തിയേക്കണേ. എടാ നിന്ന് ദേ ഇതൊന്നും പണയം വെക്ക്. അയ്യോ ഇത് കല്യാണോത്തരല്ലേ, അതിന് മാത്രം എന്നാ സ്ലീവാച്ച ആവശ്യം? കുറേ അത്യാവശ്യമുണ്ട്. നീ അത് കിട്ടണാശം മൊത്തം എടുത്തു, എന്നിട്ട് വന്നൊരു ഫുള്ളും വാങ്ങിച്ചു. ഫുള്ളാ? അപ്പോൾ രാവിലെ തന്നെ കള്ളുകൂടിയാണല്ലേ? കണ്ടപ്പോഴേ തോന്നിയായിരുന്നു. ശരി, കല്യാണമോതിരം പണയം വെച്ചിട്ട് കള്ളുപിടിക്കുന്ന കേട്ടോ. അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല സാറേ. ആ പയ്യൻ്റെ മുഴുവൻ കുടുംബക്കാരും ഇവിടെ ഉണ്ട്. ആ റോസമ്മ എന്നാ ഡോക്ടറുടെ പേര്. സാറൊന്ന് നേരിട്ട് വിളിക്കണം, അത്രേ ഉള്ളൂ. ആ ശരി, താങ്ക് യു സാർ. വേണ്ടടി മറിയാൻ വശടുത്ത് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, കാണാത്ത മട്ടിരുന്നു. എല്ലാരും കൂടെ ഇവിടെ ഇരിക്കുന്നത് എന്നാ പറ്റി? ഞങ്ങൾ ശ്രീവാസിന്റെ പെണ്ണിനെയും കൊണ്ട് വന്നതാ. അവക്കൊരു വല്ലായ്മ, ക്ലിപ്പിട്ട് കിടത്തേക്കോ. ചേട്ടത്തി ഇന്ന് ധ്യാനം തുടങ്ങുമല്ലേ, പോകുന്നില്ലേ? അയ്യോ പിന്നെ പോണം. എന്റെ കുഞ്ഞെ ഇന്നലെ രാവിലെ മുതൽ എന്റെ കാലിന്റെ ഉള്ളനടിയിൽ ഭയങ്കര പുകച്ചില്. സന്ധ്യയായപ്പം ഗുളിക നോക്കിയിട്ടൊട്ട് കാണാനുമില്ല. ഇനി ധ്യാനത്തിന് ഗുളിക മേടിച്ചോണ്ട് വേണം എനിക്ക് പോകാൻ. നീ ചെയ്യങ്ങ് നീ ഇരുന്നേടി, ഞാനും കൂടെ ഒന്ന് ഇരിക്കട്ടോ. എന്നാ പറ്റിയതാടി? എന്തായി? ഡോക്ടർ അന്വേഷിച്ചോണ്ടിരിക്കുക. അവർക്കൊരു കോള് വന്ന് കാണും, ഒന്ന് കയറി ചോദിക്കാവോ? എന്റെ പൊന്നി ഏട്ടാ, നിങ്ങൾ വേഗം ആളെ എത്തിക്കാൻ നോക്ക്. ഡോക്ടർ ഭയങ്കര ദേഷ്യത്തിലാ. അവരെ നിങ്ങൾക്ക് അറിയാൻ മേലാത്തോണ്ടാ. പിന്നെ പോലീസുകാരോടുകൂടി നിങ്ങൾ മറുപടി പറയേണ്ടി വരും. എന്നതാടി കാര്യം? ഒന്നുമില്ല ഏട്ടത്തി. സ്ലീവാച്ചൻ എന്തിയടി? അവനിപ്പോ വരും. ആ വെറും വയറ്റിൽ ഇങ്ങനെ അടിക്കല്ലേ എൻ്റെ സ്ലീവാച്ച. കുറച്ച് ഇതെടുത്ത് കഴിക്കുക. എന്നാ പറ്റി? എന്നാ എത്ര ടെൻഷൻ? ഒന്നുമില്ലടാ. ഇനി പാലായിക്കപ്പോഴും ബസ്സുള്ളേ? പാലായിക്ക് 12:30 ഒരു ഒറ്റ ബസ്സുണ്ട്. എന്നാ ആർക്ക് പോവാനാ?
സ്ലീവാച്ച ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കില്ല, ഇതൊന്ന് കഴിച്ചേ. ഓ വിശപ്പില്ലടാ. നല്ല ബീഫാന്നേ അത് നിങ്ങൾ വെച്ചോണ്ടിരിക്കണം, കുറച്ചിടത്തും കഴിച്ചെന്നേ. പിള്ളേരെ പോലെ. ആ ഫസ്റ്റ് പാർട്ടിയാ. നീ ഇവിടെ ഇരുന്ന് പുട്ടും ബീഫും കഴിച്ചോണ്ടിരിക്കുക അല്ലേ? എൽദോച്ചാ ആളിവിടെ ഉണ്ട്. ആ നമ്മുടെ പുതിയ ബിൽഡിങ്ങില്ലേ, ഇപ്പോൾ എത്താം. ഓ ഓ ഇന്നലെ എന്നാ പരിപാടിയിടാവോ കാണിച്ചേ? ഞങ്ങൾ അവിടെ എല്ലാം അന്വേഷിച്ചെന്നറിയാവോ? എവിടാ കിടന്നേ? ഞാൻ എന്നാ ഗോപിച്ചേട്ടാ, സ്ലീവാച്ചൻ എന്നാ ചെയ്തേ? എടാ കുഞ്ഞാമ്പി, നീ ഒന്ന് പുറത്തേക്കുന്നത്. ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറട്ടെ. അവിടെ എന്നാ അവസ്ഥ? ഇന്നലെ ആളെല്ലാം കൂടെ കൊച്ചിനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയിരുന്നു. ആശുപത്രി കൊണ്ടുപോയോ? അതിനു വേണ്ടിയല്ലേ ഉണ്ടായി? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നീ അവിടം വരെ ഒന്ന് വരണം. ഡോക്ടർ എന്തിനാ എന്നെ കാണണേ? ഗോപിച്ചേട്ടാ എനിക്ക് വരാൻ വേണ്ടി ഗോപിച്ചേട്ടാ, എന്നെ നിർബന്ധിക്കില്ല ഗോപിച്ചേട്ടാ. നീ വാ, നീ വന്നാലേ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടല്ലേ നീ കഴിച്ചേ. ഇത് കഴിച്ചേ. അത്